ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. രൂത്ത് 3:9. ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പ് അടിയൻ്റെ മേൽ ഇടയണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കിഴക്കൻ രാജ്യങ്ങളിൽ പുതപ്പ് ഒരു സ്ത്രീയുടെ മേൽ ഇടുക എന്ന് പറഞ്ഞാൽ വിവാഹബന്ധത്തിലൂടെ അവളെ സ്വന്തമാക്കുക എന്നാണ് അർത്ഥം. അതായത് അവളെ സ്വന്തം അവകാശമായും സംരക്ഷണപാത്രമായും അംഗീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് അതാണ്. രൂത്തിനെ വീണ്ടെടുക്കാൻ നിയമപ്രകാരം യോഗ്യതയും അവകാശവുമുള്ള ബോവാസിനോട് അവൾ ചെയ്യുന്ന അപേക്ഷയാണിത്. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ യേശു കർത്താവാണ്. വെറുതെ പറയുകയല്ല. വലിയ വില കൊടുത്ത് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വലിച്ചെടുത്ത് തൻ്റെ രക്ഷയുടെ പുതപ്പിൻ കീഴിൽ ചേർത്ത് സ്വന്തമാക്കിയ ഒരു ബന്ധമാണ് നമുക്ക് കർത്താവുമായിട്ടുള്ളത്. വേറെ എങ്ങും ലഭിക്കാത്ത ആനന്ദം നൽകുന്ന, അതിമോദത്തോടെ വസിക്കാൻ കൃപ നൽകുന്ന ശ്രേഷ്ഠമായ ആത്മബന്ധമാണ് നമുക്കുള്ളത്. ഉത്തമഗീതം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ അതിമോദത്തോടെ ആ തണലിൽ ഇരിക്കുന്നു എന്ന ഒരു ചിന്തയുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാഹിത്യത്തിൽ സ്നേഹക്കൊടിയുടെ കീഴിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതിസന്തോഷത്തോടെ വിശ്രമിക്കുന്ന അനുഭവമാണ് കർത്താവിനോടുള്ള നമ്മുടെ ആത്മബന്ധം. യേശു കർത്താവിൻ്റെ തേജസ്സിനാൽ മൂടപ്പെടുന്ന ഒരു അനുഭവത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന ഒരു ഹൃദയഭാവത്തെ നമുക്ക് ഇതിനോട് ഉപമിക്കാം. അങ്ങ് എനിക്ക് മറവിടമാകുന്നു എന്ന് 32-ാം സങ്കീർത്തന 7-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഒരു മനുഷ്യൻ്റെ പ്രത്യേക പദവിയാണ് ഈ അനുഭവം. അങ്ങനെയുള്ളവരുടെ മേൽ ദൃഷ്ടി വയ്ക്കുകയും ആലോചനയാൽ നടത്തുകയും ചെയ്യുന്ന വിശേഷ അനുഭവമുണ്ട്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കാൻ നീ നിന്നെ തന്നെ ഒരുക്കുന്നുവെങ്കിൽ ഒരു പ്രത്യേക സുരക്ഷിതത്വം അവിടെയുണ്ട്. കൊള്ളയിടുന്നവരുടെയും ചുറ്റിവളയുന്ന ശത്രുക്കളുടെയും നടുവിൽ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്ത് ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്ന നമ്മുടെ ദൈവം, നമ്മെ അവിടുത്തെ കൂട്ടായ്മയിൽ മറയ്ക്കാൻ തൽപരനായ വലിയ ദൈവമാണ് നമുക്കുള്ളത്. യഹോവയെ തൻ്റെ വെളിച്ചവും ജീവന്റെ ബലവുമായി കണ്ടവർക്ക് ഒരു പ്രത്യേക പദവി ദൈവം നൽകിയിരിക്കുന്നത് 27-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണാൻ കൊതിക്കുന്ന അവരെ അനർത്ഥ ദിവസത്തിൽ തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കും. എന്നിട്ട് തക്ക സമയം വരുമ്പോൾ എല്ലാവരും കാണുക പാറമേൽ ഉയർത്തും. മറയ്ക്കുകയും തൻ്റെ കൂടാരത്തിൽ ആരും കാണാതെ ഒളിപ്പിക്കുകയും ചെയ്യുന്നവരെ തക്ക സമയത്ത് അവിടുന്ന് തന്നെ പാറമേൽ ഉയർത്തും. അവിടുത്തെ കൂട്ടായ്മയിൽ മറയ്ക്കുന്നു, സാന്നിധ്യത്തിൽ മറയ്ക്കുന്നു എന്നൊക്കെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കുകയും അവിടുത്തെ കൂടാരത്തിൽ ഒളിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവം ദൈവ ഭക്തരുടെ വിശേഷ പദവിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ച് കരുതി മനുഷ്യപുത്രന്മാർ കാണുക പ്രവർത്തിക്കാനായി നന്മ ഒരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര മഹത്തായ പദവി! ഏത് സമയത്തും തൻ്റെ അടുക്കൽ മറവിനായി അണയത്തക്കവണ്ണം ഒരുക്കപ്പെട്ട അഭയസ്ഥാനമാണ് ദൈവസന്നിധി. അത് അവിടുത്തേക്ക് വേണ്ടി ദാഹിക്കുന്ന ഏവരുടെയും കൈകളെ തന്നിലേക്ക് മലർത്തുന്നവരുടെയും പ്രത്യേക പദവിയാണ്. രൂത്തിനെ ബോവസ് തൻ്റെ ജീവിതത്തിലേക്ക് ചേർക്കുന്നതിൻ്റെ അടയാളമാണ് നമ്മൾ വായിച്ച വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
നമ്മുടെ കർത്താവ് രക്ഷയുടെ അങ്കി നമ്മുടെ മേൽ വിരിച്ച് തൻ്റെ സംരക്ഷണത്തിന് കീഴിലാക്കിയിരിക്കുന്നു, കൊടിക്കീഴിലാക്കിയിരിക്കുന്നു. രക്തക്കോട്ടയ്ക്കുള്ള മറയ്ക്കുക എന്ന ഒരു പദമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഈ ലോക ജീവിതത്തിൽ നമ്മെ തൻ്റെ സംരക്ഷണയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ആ ഒരു കൂട്ടായ്മ ബന്ധം നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഞാൻ ദൈവത്തിൻ്റെ വകയാണ് എന്ന ബോധ്യത്തോടും ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിനത്തിനായി സ്തോത്രം. അവിടുത്തെ കൃപയിൽ അടിയങ്ങൾ ആശ്രയിക്കുന്നു. അവിടുത്തെ വകയായി രക്ഷയുടെ കവചം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ആ ഒരു വലിയ ബോധ്യത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ വലിയ പ്രത്യാശയും ഉറപ്പും ഞങ്ങൾക്ക് നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ അനുഭവത്തിലൂടെ ദൈവകൃപയുടെ തണലിലും സംരക്ഷണയിലും ജീവിപ്പാൻ സഹായിക്കണമേ. വ്യത്യസ്തമായ ആവശ്യഭാരങ്ങളോടെ ദൈവസന്നിധിയിൽ തലവണക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇടപെട്ട് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ കൂടെ ഇരിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും സംരക്ഷണയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.